സാഹിത്യം സമൂഹവുമായി ബന്ധമുള്ളതാണെന്നും വാക്കുകളും വരകളും അനീതിക്കെതിരെയുള്ളതാവണമെന്നും സുസ്മേഷ് ചന്ദ്രോത്ത്. നീതികേടുകൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ചരിത്രമാണ് കേരളത്തിലെ ക്യാമ്പസുകൾക്കുള്ളതെന്നും വിക്ടോറിയ കോളേജിലെ സാഹിത്യവേദി ഉദ്ഘാടനം ചെയ്ത സുസ്മേഷ് ചന്ദ്രോത്ത് പറഞ്ഞു. മനുഷ്യ ജീവിതത്തെ സർഗാത്മകമാക്കിയിട്ടും സന്തോഷപ്രദമാക്കിയിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന സകല ആകാംക്ഷകളും കൗതുകങ്ങളും നശിച്ച് കെട്ടടങ്ങിക്കഴിഞ്ഞൊരു കാലത്ത് നിന്നിട്ടാണ് നമ്മൾ ഇന്ന് ലോകത്തെയും ജീവിതത്തെയും നേരിടുന്നത്. യാതൊരു തരത്തിലുള്ള എക്സ്പ്രഷൻസും നമുക്കിന്നില്ലാതായിട്ടുണ്ട്. പ്രതികരണം എന്ന് പറയുന്നത് വയലൻസ് ആണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയിലേക്ക് മലയാളികൾ ഉൾപ്പെടെ മാറിപ്പോയ കാലത്ത് നിന്നിട്ട് കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളെയും വെച്ച് നോക്കുമ്പോൾ താരതമ്യേന പ്രകൃതിയുടെ അനുഗ്രഹത്താലും കൾച്ചറിൻ്റെയും, അതായത് നവോത്ഥാനം, രാഷ്ട്രീയ, സാമൂഹിക പലതരത്തിലുള്ള സാമൂഹിക പരിവർത്തനങ്ങളുടെ ഭാഗമായിട്ടും ക്രമേണ താരതമ്യേന ശാന്തമായിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ പ്രതികരണം എന്നുള്ളത് ആശയ സംവാദങ്ങളായിരുന്നു പ്രതികരണം. നേരെ മറിച്ച് ഇന്നത് അക്രമത്തിലേക്കും മറ്റു തരത്തിലുള്ള വയലൻസിലേക്കും മാറിയിരിക്കുന്ന സന്ദർഭത്തിൽ അടിയന്തരാവസ്ഥയ്ക്ക് മുൻപും ശേഷവും കേരളത്തിലെ ക്യാമ്പസുകൾ ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. മൂർച്ചയേറിയ വാക്കും വരെയും നീതികേടുകൾക്ക് മുറിവ് നൽകിയിട്ടുണ്ട്. മുതലാളിത്ത മേൽക്കോയ്മയെ കേരളത്തിലെ ക്യാമ്പസുകൾ ഒരിക്കലും വരവേറ്റിട്ടില്ല. കലാസാഹിത്യ രംഗം പിറവികൊള്ളുന്നതും ക്യാമ്പസുകളിൽ നിന്നാണെന്നും സുസ്മേഷ് ചന്ദ്രോത്ത് പറഞ്ഞു. പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു എസ്.എൽ, മലയാള വിഭാഗം മേധാവി AP ശ്രീകല, ഡോക്ടർ UN ശങ്കരൻ, അഗ്നി ആഷിഖ്, ഡോക്ടർ പ്രദീപകുമാരി, R റിനീഷ എന്നിവർ സംസാരിച്ചു.